ഏലിയൻ എന്റെ പറ്റി ഏലിയൻ ഏലിയൻ. എടാ ഞാൻ പണിയടാ. ബണ്ണി എന്നു പേരുള്ള ഒരു ഏലിയൻ. എന്ത് പറ്റി? കണ്ടോ എന്റെ മുടി എന്തുമാത്രം കൊഴിഞ്ഞിരിക്കുന്നു. അതിനെന്തിനാ നീ നിലവിളിക്കുന്നേ? കൊഴിഞ്ഞു വീണത് എടുത്താ പോരെ? അടിച്ചു പൊളിച്ചു തിമിർത്തു, മുടി കൊഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇതെന്തോ വലിയ അസുഖം തന്നെയാണ്. സംശയമുണ്ടോ? അതെ, ഇത്രയും മുടി കൊഴിയുകയാണെങ്കിൽ ഇനി ബന്നിക്ക് ഒരു മുടി പോലും ബാക്കി ഉണ്ടാവില്ല. അല്ല, ഇതാരാണ്? ഞാനൊരു ഭിക്ഷക്കാരനാണ്. എന്തെങ്കിലും കഴിക്കാൻ തരൂ. നമ്മുടെ ബന്നി എത്ര നന്നായിട്ടാണ് ആക്ടിങ് ചെയ്യുന്നത്. ബണ്ണി, നിന്നെ കാണാൻ എന്ത് വൃത്തിയോടായിരിക്കുന്നു. അടുത്തേക്കൊന്നും വരരുത്, മാറിപ്പോ. ഇല്ല, എന്റെ മുടി ഞാൻ കൊഴിയാൻ സമ്മതിക്കില്ല. എന്റെ മുത്തശ്ശി എപ്പോഴും പറയാറുണ്ട്, എണ്ണ തേച്ചാൽ ഒരിക്കലും മുടി കൊഴിയുകയില്ലെന്ന്. സംശയമുണ്ടോ? ഞാൻ ഇപ്പൊ തന്നെ പോയി എണ്ണ കൊണ്ടുവരാം. പേടിക്കേണ്ട ബണ്ണി, എല്ലാം ശരിയാകും. കഴുതേ, പാചകം ചെയ്ത് വെച്ച എണ്ണ എന്തിനാണ് അവന്റെ മേലെടുത്ത് പൂശിയത്? വെളിച്ചെണ്ണയാണ് ഇടേണ്ടത്. ഇത് നേരത്തെ പറഞ്ഞൂടായിരുന്നോ? ഒരു പ്രശ്നവുമില്ല ബണ്ണി, നീ എന്തായാലും ഒരു 2 മണിക്കൂർ അങ്ങനെ തന്നെ ഇരിക്കെ. എന്ത് സംഭവിക്കുമെന്ന് നോക്കാം. ഓക്കേ. മുടി കൊഴിച്ചിൽ നിന്നെന്ന് തോന്നുന്നു. അതാണ് സന്തോഷത്തിൽ ചാടി കളിക്കുന്നത്. എടാ, സന്തോഷം കൊണ്ട് തുള്ളിച്ചാടുകയല്ല. സംശയമുണ്ടോ? അതെ, ശരിയാണ്. ആ എണ്ണയിൽ ഒരുപാട് ഉറുമ്പുണ്ടായിരുന്നു. അതെന്നെ വല്ലാതെ കടിക്കുന്നു. കടിക്കുകയാണെങ്കിൽ ഇറങ്ങി പോവാൻ പറ. എടാ കഴുതേ, ഇറങ്ങി പോവാൻ പറഞ്ഞ അത് കേൾക്കൊന്നുമില്ല. കാരണം അത് ഉറുമ്പാണ്, കടിക്കും. സംശയമുണ്ടോ? ഞങ്ങൾ ഉറുമ്പുകളെ പുറത്തേക്ക് എടുക്കാം. നിൽക്കാം. എടാ, നിങ്ങൾ ഉറുമ്പെടുക്കണോ അതോ എന്റെ മുടി പറിക്കണോ? നേരെ ഈ വെള്ളത്തിലേക്ക് ചാടിക്കോ. ഉറുമ്പ് ശരീരത്തിൽ നിന്ന് പൊക്കോളും. സംശയമുണ്ടോ? ഉറുമ്പ് മൊത്തത്തിൽ പോയി. ഇത്രയധികം മുടികളോ? എന്റെ അവസ്ഥ തീർച്ചയായും ദയനീയമായിരിക്കും. ഓ, ഒരു പ്രശ്നവുമില്ല. കർത്താ എല്ലാവരുടെയും സുഹൃത്താ.
നിന്നെ കൊണ്ടെങ്ങനെ മുടി കൊഴിച്ചിൽ നിർത്താൻ സാധിക്കും? ഞാനല്ല, ഡോക്ടർ ബാലുവിന്റെ ചേട്ടൻ. അദ്ദേഹത്തിന് ഇതിന് കഴിയും. എന്റെ മുടി കൊഴിച്ചലും അദ്ദേഹമാണ് നിർത്തിയത്. അതെ, ഇലകളും ചെടികളും വെച്ച് നന്നായിട്ട് വൈദ്യം ചെയ്യുന്നുണ്ട്. ഞാൻ ഉടൻ തന്നെ അങ്ങോട്ടേക്ക് പോകുകയാണ്. ബാലുവിന്റെ മുടിയും അത്ഭുത മരുന്നും. ഈ മരുന്ന് വാങ്ങൂ. മുടി കൊഴിച്ചിലായാലും പേനായാലും താരനായാലും എല്ലാം നിങ്ങൾക്ക് മാറിക്കിട്ടും. വേഗം വരൂ, വന്നു വാങ്ങൂ. എല്ലാവർക്കുമുള്ള മരുന്ന് എന്റെ കയ്യിലുണ്ട്. നോക്കൂ നോക്കൂ, എന്റെ മുടി മുഴുവൻ കൊഴിയാണ്. കൊഴിയും. മുടിയാണെങ്കിൽ കൊഴിയും. കൊഴിയുന്നതുകൊണ്ടാണ് അതിനെ മുടി എന്ന് പറയുന്നത്. എന്നെ നിങ്ങൾ സഹായിച്ചേ മതിയാകൂ. ഒരു കാര്യം പറയാം, നീ എന്തിനാ മുടിയെ കുറിച്ച് പറഞ്ഞത്? നിനക്ക് പ്രശ്നം ഇപ്പൊ മുടിയിലാണോ? അങ്ങനെയാണെങ്കിൽ അതിന് പറ്റിയൊരു മരുന്ന് എന്റെ കൈവശം ഇരിപ്പുണ്ട്. ഇങ്ങോട്ട് വരൂ. മുടി ഒരുപാട് കൊഴിയുന്നുണ്ടല്ലോ. എന്റെ അടുത്ത് എത്തിക്കഴിഞ്ഞല്ലോ. ഇനി നീ പേടിക്കേണ്ട ആവശ്യമില്ല. നിന്റെ മുടി കൊഴിച്ചിൽ ഈ മരുന്ന് കൊണ്ട് ഞാൻ മാറ്റിത്തരാം. അല്ല, ഇതെന്ത് മരുന്നാണ്? ഇത് സാധാരണ മരുന്നല്ല, അത്ഭുത മരുന്നാണ്. നായ്ക്കുരണം, വേപ്പല, മുരിങ്ങയില, മുല്ലപ്പൂ, മല്ലിപ്പൂ, കുതിരയുടെ കൊമ്പ് ഇതെല്ലാം ഇട്ടുണ്ടാക്കിയതാണ് ഈ മരുന്ന്. ഇത് തേച്ചാൽ മുട്ടയിൽ പോലും മുടി കിളിർക്കും. അതെയോ? അതെ, ഈ മരുന്ന് ഒരാഴ്ച തേച്ചാൽ പിന്നെ മുടി വെട്ടാൻ നിനക്ക് സമയമുണ്ടാവും. ഇങ്ങോട്ട് വരൂ, പൈസ തരൂ, എന്നിട്ട് വീട്ടിലേക്ക് വെക്കുള്ളൂ. വരൂ. ഏലിയൻ, എന്റെ പറ്റി ഏലിയൻ, ഏലിയൻ. ആ എടാ, ഞാൻ പണിയടാ. ബണ്ണി എന്നു പേരുള്ള ഒരു ഏലിയൻ. ഇത് ഏലിയൻ ഒന്നുമല്ല, ഇതൊരു കരടിക്കുട്ടിയാണ്. സംശയമുണ്ടോ? എടാ കഴുത കരടിക്കുട്ടിയല്ല, ബണ്ണിയാണ്. ബണി, ഇതെന്താ നിനക്ക് സംഭവിച്ചത്? ആ വൈദ്യന്റെ മരുന്ന് തേച്ചു, അത് കാരണം മുടി വളർന്നുകൊണ്ടിരിക്കുകയാണ്. വേഗം ഈ കിളികളൊക്കെ ഒന്ന് ഓടിക്ക്. ആ, 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 ആ. എടാ, നീ കിളി അടിക്കണോ എന്നെ തല്ലുകയാണോ? എല്ലാം ഓടിക്കളഞ്ഞു കൊച്ചളിയ. ഈ മുടി കാരണം ഇപ്പോ എന്റെ ജീവൻ പോവാ. രക്ഷിക്ക. ഞാൻ ഈ മുടി മുഴുവൻ വെട്ടിക്കളഞ്ഞേക്കാം. താങ്ക് യു സർദാർ, താങ്ക് യു. ഇങ്ങോട്ട് വരൂ. ഇവന് എങ്ങോട്ട് വരാൻ പറ്റില്ല. ഇങ്ങോട്ട് വരൂ. എന്റെ കൊച്ചളിയൻ എന്താ കാണിച്ചു വെച്ചിരിക്കുന്നത്? ഒന്നുകൊണ്ടും പേടിക്കണ്ട. തെറ്റ് പറ്റുന്നത് മനുഷ്യർക്കാണ്, നമുക്കൊരിക്കലും തെറ്റ് പറ്റില്ല. എന്താ ഞാൻ പറഞ്ഞത് ശരിയല്ലേ? മനസ്സിലായില്ല. എങ്കിൽ ശരി, ഞാൻ പറയാം. ഞാൻ അബദ്ധത്തിൽ ഇവന് മരുന്ന് മാറിക്കൊടുത്തു പോയത് കൊണ്ടാണ് ഈ പ്രശ്നം. ഇനി കറക്റ്റ് ആയിട്ടുള്ള മരുന്ന് കൊടുത്താൽ ഇവന്റെ പ്രശ്നങ്ങളെല്ലാം മാറും. പിന്നീട് എപ്പോഴത്തെയും പോലെ ഇവന് സന്തോഷമായിട്ടിരിക്കാം. ഇങ്ങോട്ട് വരൂ. ഓ, നിനക്ക് ഇങ്ങോട്ട് വരാൻ കഴിയില്ലല്ലോ. ഞാൻ അങ്ങോട്ടേക്ക് വരാം. സോർദാർ, നീ വാല് കെട്ടിയേ. ഹണി, നീ വേഗത കഴിക്കേ. നിങ്ങളെല്ലാവരും ഒന്ന് കൈയടിക്കേ. ഈ മരുന്ന് ഈ അസുഖം തീർക്കോ? ഞാൻ ആർക്ക് മരുന്ന് കൊടുത്താലും അത് അവരുടെ അസുഖം മാറ്റിയിരിക്കും. ഈ മരുന്ന് വളരെ അത്ഭുതകരമായ മരുന്നാണ്. പേടിക്കണ്ട. ദാ നോക്ക്, നിന്റെ മുടി ഇപ്പോൾ വളരുന്നേയില്ല. 10 മിനിറ്റിനുള്ളിൽ നിന്റെ മുടിയെല്ലാം നോർമൽ ആവും. ഞാനുള്ളപ്പോൾ ആരും പേടിക്കേണ്ടതില്ല. ഞാൻ പോകുന്നു. ഇത് വീണ്ടും വളർന്നുകൊണ്ടിരിക്കുകയാണ്. നിൽക്ക്, ഞാൻ ഡോക്ടർ ബാലുവിനെ വിളിച്ചോണ്ട് വന്നേക്കാം. ഇങ്ങോട്ട് വാ, ഈ സിറപ്പ് ഒന്ന് കഴിക്കേ.
കൊച്ചളിയ നീ നോർമലായി കഴിഞ്ഞു. താങ്ക് യു ഡോക്ടർ, താങ്ക് യു. ഇങ്ങോട്ട് വരൂ, ഞാൻ പറയുന്നത് കേൾക്കൂ. ലോകത്തിലുള്ള എല്ലാ ആക്ടേഴ്സിനും സ്റ്റാർ ആകാൻ കഴിയില്ല. അതുപോലെ വെളുത്ത കോട്ടിട്ടത് കൊണ്ട് മാത്രം ആരും ഡോക്ടറുമാവില്ല. അസുഖം മാറണമെങ്കിൽ നല്ല ഡോക്ടറെ തന്നെ കാണേണ്ടി വരും. അതുകൊണ്ട് നല്ല ഡോക്ടർ ആരാണ്? സബാഷ്, ബുദ്ധിയുള്ളവൻ തന്നെയാ. മാത്രമല്ല ഓഗസ്റ്റ് 15 അവിടെ വരികയാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ചോക്ലേറ്റ് തരാം. ഇനി മുതൽ വ്യാജന്മാരുടെ അടുത്ത് പോയാൽ ഞാൻ നിങ്ങൾക്ക് നല്ല തല്ല് തരും. മനസ്സിലായല്ലോ? ശരി. ഇതെന്തിനാ? ഇത് ട്രീറ്റ്മെന്റിന്റെ ഒരു ഭാഗമാണ്. ഇനി നിനക്ക് മുടി കിളിർക്കേയില്ല. ആവശ്യത്തിന് മാത്രമേ മുടി കിളിർക്കൂ. നിന്റെ മുടി സംബന്ധമായ എല്ലാ പ്രശ്നങ്ങളും ഇതോടെ തീർന്നിരിക്കുക. എല്ലാ മാസവും ഇവിടെ വന്ന് ഒരു ഇഞ്ചക്ഷൻ എടുത്തേക്കണം. ഞാൻ പോവാണ്. ഒരു വല്ലാത്ത ആൾക്കാര്. കൊച്ചളിയ ഡോക്ടർ എന്തായാലും നിന്നെ രക്ഷപ്പെടുത്തിയെന്നാ തോന്നുന്നത്. അത് ശരി തന്നെയാ. ഇനി എന്തായാലും ഞാൻ ആരും പറയുന്ന വാക്ക് കേൾക്കാൻ പോകുന്നില്ല. ശരിയാ, അങ്ങനെ കേൾക്കാതിരിക്കുന്നതാണ് നല്ലത്. സംശയമുണ്ടോ?